ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതിയും സച്ചിയും ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ സൊറയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതായത് അവരവരുടെ റൊമാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടൻ അങ്ങനെ രാത്രിയും പകലും കൂടെ അങ്ങോട്ടോ വണ്ടി ഓടിച്ചു പോകുമൊന്നും വേണ്ട. അപ്പം പിന്നെ എനിക്കാരാ ഉള്ളത്? അതെ, പകൽ വണ്ടി ഓടിച്ചോ, രാത്രി വലിയ ഓട്ടോ ഒന്നും വേണ്ട. എനിക്ക് സച്ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ ഇരിക്കണം, രാത്രിയെങ്കിലും സച്ചേട്ടൻ്റെ അടുത്ത് എനിക്ക് എപ്പോഴും ഇരിക്കണം, സച്ചേട്ടൻ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞപ്പം ഹമ്പടി കൊച്ചു കള്ളി, എനിക്ക് കാര്യം പിടി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എന്ത് കാര്യം പിടി കിട്ടി? അതെ, സച്ചേട്ടൻ ഉദ്ദേശിച്ച കാര്യമൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് സച്ചേട്ടൻ ഉദ്ദേശിച്ചത് അതെ, ദിവസം കുറച്ച് നേരമെങ്കിലും സച്ചേട്ടൻ എൻ്റെ കൂടി ഇരിക്കണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്, അതാ ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെ, ഞാൻ വേറെന്തോ വിചാരിക്കും, വേറെന്തോ വിചാരിക്കും, ഒന്നും വിചാരിക്കാൻ പോകണ്ട കേട്ടോ. ഇങ്ങനെ പോയാലേ കടം വീട്ടുന്നതും നമ്മൾ മുറി ഉണ്ടാക്കുന്നതും ഒക്കെ വൈകും. പക്ഷേ ദേ എല്ലാം വേഗത്തിലാക്കാൻ എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ ഉള്ളത്? അതെ, കല്യാണ മണ്ഡപത്തിൽ കല്യാണത്തിന് പൂവൊക്കെ വെച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാറില്ലേ, അതിൻ്റെ ഓർഡർ എടുക്കണം. അങ്ങനെയാണെങ്കിൽ കയ്യിൽ കുറച്ച് പൈസ നമുക്ക് തടയും. ഇവിടെ തന്നെ കുറച്ച് ഓഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ടല്ലോ, മണ്ഡപം ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് കാണിക്കാം. അതെ, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ ഓർഡർ തരാതെ ഇരിക്കത്തില്ല. ആഴ്ചയിൽ 1-2 ഓർഡർ കിട്ടിയാൽ മതിയെന്നേ, നല്ല ക്യാഷ് തടയും നമുക്ക്. ദേ ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ സച്ചേട്ടാ? നല്ല സൂപ്പർ ഐഡിയ അല്ലേ? ദേ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് നീ ഒരു പിടി മുകളിൽ കയറി ചിന്തിച്ചു, ഇത് വിജയിക്കും, അത് ഉറപ്പാ. പിന്നെ നിന്നെ ഇനി പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അടിപൊളി ഐഡിയ. പിന്നെ എൻ്റെ എല്ലാവിധ സപ്പോർട്ടും നിനക്കുണ്ടാവും, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. നീ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊക്കോ. സച്ചേട്ടൻ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലേ, അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാ. സച്ചേട്ടൻ എൻ്റെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കും. വാ എന്നാൽ പിന്നെ കിടക്കാം രേവതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ കിടക്കുവാണ്. ഏതായാലും നേരം വരെ വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വിട്ടടിച്ച് പോകുന്നത് ഭാമയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ ഭാമ ഇങ്ങനെ മുറ്റമൊക്കെ തൂത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുക. ഏതായാലും വേറൊന്നും കൊണ്ടുമല്ല, ഭാമയാൻ്റെ അറിയാത്ത ഒരു രഹസ്യവും അല്ല അത് തന്നെ കേട്ടോ, ഭാമയാൻ്റെ അറിയാത്ത ഒരു രഹസ്യവും ചന്ദ്രമതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാമയോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, എന്താണ് നമ്മുടെ ശരത്തിനെ വെളിയിലിറക്കാൻ കാരണം എന്നൊക്കെ. ഏതായാലും ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ ചോദിച്ചു, ആഹാ ഇതാരും ശ്രുതിയോ? നിന്നെ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ആണോ? അതെ, ഞാൻ വന്നത് പ്രശ്നമായോ? നീ വന്നത് പ്രശ്നമാവുന്നത് എങ്ങനെയാ? നീ വരണം, നീ ഇടയ്ക്കിടയ്ക്ക് വരണം. അതെ, ഞാനിവിടെ ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി വന്നതാ. അല്ല, ആൻറ്റിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്ന ആൻറ്റി പറയാറുണ്ടല്ലോ. വേണമെങ്കിൽ ഞാൻ ആൻറ്റിയുടെ തലയൊന്നും മസാജ് ചെയ്തു തരാം. അയ്യോ വേണ്ട, നിൻ്റെ ആൻറ്റി അറിഞ്ഞാലുണ്ടല്ലോ എൻ്റെ മരുമകളെ കൊണ്ട് ജോലി ചെയ്യിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ വഴക്ക് പറയും. ജോലി ചെയ്യാനോ? നീ എൻ്റെ ഒരു മോളെ പോലെയല്ലേ കാണുന്നത്? മോളമ്മയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ജോലിയാണോ? എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ആൻറ്റി ഇങ്ങ് വന്നേ, ആൻറ്റി വീട്ടിനകത്തേക്ക് കയറി വാ, ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമയ്ക്ക് നല്ല മസാജിങ്സ് ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഭാമ ആസ്വദിച്ച് മസാജൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ആസ്വദിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ശ്രുതിയുടെ മനസ്സിലിരിപ്പ് വേറെയാണല്ലോ. അങ്ങനെ നമ്മുടെ ഭാമ പറഞ്ഞു, നിൻ്റെ കൈയും കൊണ്ടൊന്ന് തൊട്ടാൽ മതി, പിന്നെ മാജിക്കാ മോളെ, എല്ലാ വേദനയും മാറും. എത്ര നാളായി നീ ഇങ്ങനെയൊന്ന് ചെയ്തിട്ട്? ചന്ദ്രയുടെ മരുമകളായ പിന്നെ നീ ചെയ്യുന്നില്ലല്ലോ. അത് പിന്നെ ആൻറ്റിക്ക് നല്ല ടെൻഷനുണ്ട്, അത് ഉറപ്പാ. നിൻ്റെ ആൻറ്റി ഇവിടെ അല്ലായിരുന്നു. അവളുടെ ടെൻഷനും കാര്യങ്ങളെല്ലാം കൂടി എനിക്ക് തന്നു. എന്താ മോളെ സുഖം, അടിപൊളിയായിട്ടുണ്ട്. ദേ ഈ വലതു ഭാഗത്തും കൂടെ ഒന്ന് മസാജ് ചെയ്തേ. എന്ത് രസമാ, എന്താ സുഖമാ, ഒന്നും അറിയുന്നില്ല. ഏതോ ഒരു മായാലോകത്ത് ചെന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതെ, എനിക്ക് ആൻറ്റീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൻറ്റി പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ആൻറ്റിയുടെ മനസ്സുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റാണ്. എല്ലാവരും അങ്ങനെ പറയാറുണ്ട്. ആൻറ്റി എല്ലാവരെയും കെയർ ചെയ്യും, ആരോടും ഒരു ശത്രുതയും ആൻറ്റിക്കില്ല. അസൂയ കുശുമ്പ് ഇതൊന്നും ആൻറ്റിക്കില്ല. ഇതൊക്കെ കൊണ്ടാവും ആൻറ്റീനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാവുന്നത് കേട്ടോ. പിന്നെ ആൻറ്റി ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നു ഞാൻ കരുതിയില്ല കേട്ടോ. അതും ആൻറ്റിയുടെ കഴിവായിരിക്കൂലേ. ഞാനും ശ്രുതി വിളിച്ചിട്ട് പോലും വന്നില്ല. അല്ല, പെട്ടെന്ന് ആൻറ്റിയുടെ മനസ്സ് മാറിയത് ആൻറ്റി കാരണമാണല്ലേ?
അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പതുക്കെ പതുക്കെ മയങ്ങുവാണ് കേട്ടോ. ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, സച്ചിയും രേവതിയും വീട്ടിൽ നിന്ന് ഇറങ്ങാതെ വീട്ടിലേക്ക് ആൻറ്റി വരില്ലെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ആൻറ്റി വന്നു. അതിനൊക്കെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ലാത്തത്. എങ്ങനെയോ ദൈവം മനസ്സ് മാറ്റി. അപ്പോഴത്തേക്കും വൈകി കിടന്ന് നമ്മുടെ ഭാമ പറഞ്ഞു, ദൈവമല്ല 2 ലക്ഷം രൂപ കൊടുത്ത് വക്കീൽ മനസ്സ് മാറ്റിയതാണ്. പെട്ടെന്നാണ് ആ മയക്കത്തിൽ എണീറ്റത്. അപ്പോഴത്തേക്കും ഭാമ, ഒന്നുമില്ല. എന്താ ആൻറ്റി പറഞ്ഞത്? 2 ലക്ഷം രൂപയോ? ആരും ഒന്നും കൊടുത്തിട്ടുമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. അല്ല, വക്കീൽ 2 ലക്ഷം രൂപ കൊടുത്തെന്ന് ആൻറ്റി ഇപ്പം പറഞ്ഞില്ലേ? അത് ഞാൻ എന്തോർത്ത് പറഞ്ഞതാ. അല്ലല്ല, ആൻറ്റി എന്താ മറയ്ക്കുന്നുണ്ട്? അതെനിക്ക് ഉറപ്പാ. എന്നെ ആൻറ്റി മോളെ പോലെയല്ലേ കാണുന്നത്, പിന്നെ എന്തിനാ എന്നോട് ഇതൊക്കെ മറയ്ക്കുന്നത്? അത് പിന്നെ ആരോടും പറയരുതെന്ന് ചന്ദ്ര എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ ആരോടും പറയില്ലെന്ന് ആൻറ്റിക്ക് അറിയില്ലേ? ഞാൻ ആരോടും ഇത് പറയില്ല. ഇനി നിങ്ങൾ പറഞ്ഞില്ലേലും ആൻറ്റി പിന്നീട് എന്നോട് പറഞ്ഞോളും. അത് ശരിയാ, ചന്ദ്രയുടെ പുന്നാര മരുമകളല്ലേ നീ. എല്ലാ കാര്യങ്ങളും ചന്ദ്ര നിന്നോട് പറയും. അത് പിന്നെ ഞാൻ എങ്ങനെയാ അത് പറയുന്നതെന്ന് ഓർക്കുന്നത്. അതെ, രേവതിയുടെ അനിയൻ്റെ വക്കീലെ ഇവിടെ വന്ന് ചന്ദ്രനെ കണ്ടിരുന്നു. ശരത്തിനെതിരെയുള്ള പരാതി പിൻവലിച്ച 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ക്യാഷിൻ്റെ മുമ്പിൽ നിൻ്റെ ആൻറ്റിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. വക്കീലിനോട് 2 ലക്ഷം രൂപ വാങ്ങി ചന്ദ്ര പരാതി പിൻവലിച്ചു. അങ്ങനെ ഉണ്ടായോ? അപ്പോൾ ക്യാഷ് മേടിച്ചാണ് പരാതി പിൻവലിച്ചത്. ഇവർ പറയുന്നത് സത്യം തന്നെയായിരിക്കും, എങ്ങനെ കൺഫേം ചെയ്യുമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഭാമ ചോദിച്ചു, എന്ത് പറ്റി ശ്രുതി? അല്ല, ആൻറ്റി അങ്ങനെയൊക്കെ ചെയ്യുമോ? രേവതിയുടെ അനിയനോട് ആൻറ്റിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്, അവനെ ജയിലിൽ കിടത്തുന്നു വരെയാ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എന്നാലും ആൻറ്റി ക്യാഷ് വാങ്ങിയൊന്നും പരാതി പിൻവലിക്കാൻ പോകുന്നില്ല. ഞാനിത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത് ഭാമ ആൻറ്റി കള്ളം പറയുന്നതാ. ഞാൻ കള്ളം പറയൂ? എൻ്റെ മോക്ക് വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെ ഉണ്ട്, ഈ കാര്യത്തിൽ എനിക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ്. അപ്പം ഞാൻ തെളിവ് കാണിച്ചു തന്നാൽ നീ വിശ്വസിക്കുമോ? അത് പിന്നെ ആൻറ്റി നീ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ ശ്രുതിനെ കൂട്ടിക്കൊണ്ട് സ്റ്റെയർ കയറിയല്ല, അവിടെ താഴത്തെ ഒരു റൂമിൽ തന്നെയാണ് കേട്ടോ. റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ഏതായാലും റൂമിലേക്ക് ചെന്നിട്ട് അവിടെ അലമാര തുറന്ന് ആ പൈസ എടുത്ത് കാണിക്കുകയാണ്. 2 ലക്ഷം രൂപ എടുത്ത് കാണിച്ചു. കണ്ടോ, ഈ പൈസയാണ് നമ്മുടെ ചന്ദ്രയുടെ പൈസ. ഇതാണ് തെളിവ്. വക്കീൽ നിന്റെ ആൻറ്റിക്ക് കൊടുത്ത 2 ലക്ഷം രൂപ നീ നേരിട്ട് കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അപ്പം 2 ലക്ഷം രൂപ ആൻറ്റിക്ക് കിട്ടിയത് സത്യമാണല്ലേ? അതേന്നെ, ഇതെന്നെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാ. ഞാൻ കള്ളം പറഞ്ഞാലെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? ഓഹോ, അപ്പം വക്കീൽ 2 ലക്ഷം രൂപ കൊടുത്തത് കൊണ്ടാണ് പരാതി പിൻവലിച്ചത്. വല്ലാത്തൊരു സ്ത്രീ ആയി പോയല്ലോ, ഭയങ്കരി. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയല്ല ഭാമ ചോദിച്ചു, നീ എന്താ ആലോചിക്കുന്നത്? നിനക്കിപ്പം വിശ്വാസമായില്ല? വിശ്വാസമായി, ഇപ്പം വിശ്വാസമായി. എന്നാലും ആൻറ്റി ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ നിൻ്റെ ആൻറ്റീനെ നിനക്ക് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ. മനസ്സിലായി, നീ ഇതൊന്നും പറയത്തില്ല. എന്നാൽ പിന്നെ ആൻറ്റി ക്യാഷ് സൂക്ഷിച്ചു വെച്ചോ, ആരെങ്കിലും കള്ളന്മാരൊക്കെ വന്നാലോ, അതുകൊണ്ട് സൂക്ഷിച്ച് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ മതി പറന്ന് നിൽക്കുകയാണ്. 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ നമ്മുടെ ചന്ദ്രയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ് ശ്രുതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ ചോദിച്ചു, എന്താ ശ്രുതി നീ ചിന്തിക്കുന്നത്? അത് പിന്നെ ഞാൻ പോട്ടെ ആൻറ്റി, മസാജ് ചെയ്ത് കഴിഞ്ഞില്ലല്ലോ. അത് പിന്നെ ഇത് പിന്നീടാകാം. ഇതറിഞ്ഞപ്പോൾ എൻ്റെ മൂടങ്ങ് പോയി. പിന്നെ ശ്രുതി, ഞാനീ പറഞ്ഞൊന്നും അവളോട് പോയി പറയരുത് കേട്ടോ. ഞാൻ പറയാൻ പോകുന്നില്ല. ചന്ദ്രയായിട്ട് നിന്നോട് പറഞ്ഞാൽ മുന്നിൽ നിന്ന് അറിഞ്ഞ ഭാഗം പോലും കാണിക്കരുത് കേട്ടോ. നിന്നോട് പറഞ്ഞെന്നറിഞ്ഞാൽ അവളെൻ്റെ തലയിൽ കയറി ഭരതനാട്യം കളിക്കും. ഇവിടെ തന്നെ ഭരതനാട്യം കളിക്കാനാണ് വരുന്നത്. ഇല്ല ആൻറ്റി പേടിക്കേ വേണ്ട, ഞാൻ പറയാൻ പോകുന്നില്ല ആൻറ്റി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയി കേട്ടോ. ഏതായാലും ശ്രുതിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനിയിപ്പം അവിടെ നിന്നിട്ട് കാര്യമില്ല, ന്യൂസ് എല്ലാം കിട്ടിയല്ലോ. ഈ ഒരു സമയത്ത് നമ്മുടെ രേവതിനെയും സച്ചിനെയും കാണിക്കും. നമ്മുടെ സച്ചിയുടെ കണ്ണൊക്കെ പൊത്തി പിടിച്ചിട്ട് നമ്മുടെ രേവതി എങ്ങോട്ടോ കൊണ്ടുപോവാം. സച്ചിക്ക് കലി വന്നിട്ട്, ഇത് എന്താ രേവതി, ഇത് നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഞാൻ തട്ടി വീഴും. എവിടെയും തട്ടി വീഴത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കെ കണ്ണൊക്കെ തുറപ്പിക്കുകയാണ് കേട്ടോ. ഏതായാലും കല്യാണ മണ്ഡപത്തിൻ്റെ ഡെമ്മിയാണ് നമ്മുടെ രേവതി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് തന്നെ അതിശയം തോന്നും. അടിപൊളി ഡെമ്മിയാണ് കേട്ടോ. അങ്ങനെ നോക്കുകയാണ് മൊത്തം. കൊള്ളാലോ രേവതി, സൂപ്പറായിട്ടുണ്ടല്ലോ. ഇത് അടിപൊളിയാണല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് പറയാനുണ്ടല്ലോ. രേവതി, നീ ഉണ്ടാക്കിയതല്ലേ, പിന്നെ എങ്ങനെ സൂപ്പർ ആകാതിരിക്കും? ഇതുവരെ ഇതേപോലെയുള്ളൊരു കല്യാണ മണ്ഡപം ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ടല്ലേ?
അങ്ങനെ നമ്മുടെ രേവതീനെ സച്ചി അങ്ങ് പുകഴ്ത്താണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് 2 ഫോട്ടോയും കൂടി എടുക്കാമെന്ന്. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യാൻ, നീ ഒന്ന് ഒരുങ്ങിക്കേ, നീ ഒന്ന് സാരിയൊക്കെ സെറ്റപ്പ് ആക്കിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി സാരിയൊക്കെ പിടിച്ചു കൊടുത്തപ്പോഴത്തേക്കും വർഷം വരുമോ. വർഷം വന്നിട്ട് എന്ത് പറ്റി രണ്ടാളും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സച്ചി കാര്യം പറഞ്ഞതും അടിപൊളിയാണല്ലോ രേവതി ചേച്ചി, വാവ് സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ഇത് സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് മാത്രമല്ല ഇത് കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് വെച്ച് ചേച്ചി എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ചെറിയ ഐഡിയ, കല്യാണ മണ്ഡപത്തിലൊക്കെ ചെന്ന് ഇത് കാണിച്ചിട്ട് ഓർഡർ പിടിക്കാൻ നോക്കും. ചുമ്മാ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അവർ ഓർഡർ തരുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ഡെമ്മി കാണിച്ചു കൊടുക്കണ്ടേ? അത് പിന്നെ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചാൽ പോരെ എൻ്റെ രേവതി ചേച്ചി? ഇത് പൊക്കി എടുത്തോണ്ടങ്ങ് പോകണോ? ഫോട്ടോ കാണിച്ചാലേ ഇത് ഞാൻ ചെയ്താണെന്ന് അവരെങ്ങനെ വിശ്വസിക്കണോ? അതും ശരിയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അത് ശരിയാ, ഏതായാലും നിൻ്റെ ഐഡിയ കൊള്ളാം. അപ്പോൾ വർഷം പറഞ്ഞു അതെ സച്ചി ചേട്ടാ, രേവതി ചേച്ചിയുടെ ഐഡിയ സൂപ്പറാ, ഇതെടുത്ത് അടുത്ത ഓഡിറ്റോറിയത്തിലൊക്കെ പോയി ഓർഡർ പിടിക്കാനൊക്കെ നോക്കാം. പക്ഷേ അത് മാത്രം പോരാ ചേച്ചി, ഇങ്ങനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്നേ എല്ലാവരും അറിയിക്കണ്ടേ. അതിന് വേണ്ടിയിട്ടേ നമുക്ക് ഇതിന് മാർക്കറ്റ് ചെയ്യണ്ടേ. എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന വർഷം ഈ പറയുന്നത്? ഫോട്ടോസൊക്കെ എടുത്ത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്താലേ ആൾക്കാരൊക്കെ ഇത് കാണും. ഇതിന് വേണ്ടിയിട്ടേ ഒരു വെബ്സൈറ്റ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാന്നേ. അപ്പോൾ പ്രശ്നമില്ലല്ലോ. വെബ്സൈറ്റോ? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ ചെയ്തു തരാം വെബ്സൈറ്റൊക്കെ ഓപ്പൺ. ഇത് നല്ല ഐഡിയ ആണല്ലോ. അല്ല വർഷ പറഞ്ഞത് നല്ല ഐഡിയ രേവതി. അല്ല പിന്നെ സച്ചേട്ടാ അതൊക്കെ വേണം. അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് കുറേ ഓർഡർ കിട്ടും. അതെ സച്ചേട്ടാ, ഇപ്പം ഈ സോഷ്യൽ മീഡിയ വഴിയല്ലേ എല്ലാവരും ബിസിനസ് തുടങ്ങുന്നത്. ഏതായാലും നമുക്ക് ഒരു ഫോട്ടോ വേണം, ആ ഒരു ഫോട്ടോയെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ഏതായാലും ഞാനൊരു ഫോട്ടോ എടുത്തു, അത് നിനക്ക് അയച്ചു തരാം. ഒരെണ്ണം മാത്രം പോരാ, കുറേ ഫോട്ടോസ് വേണം, മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പരസ്യം ചെയ്യണം, അതൊക്കെ വേണം ചേച്ചി. അതൊക്കെ ഞാൻ ചെയ്തു തരാമെന്നേ. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ്. അതെ തുണിക്കടയുടെയും സ്വർണ്ണക്കടയുടെയും ഒക്കെ പരസ്യത്തിൽ അതിൻ്റെ ഓണർമാർ തന്നെയാണ് പരസ്യമായിട്ട് അഭിനയിക്കുന്നത്, പരസ്യം പറയുന്നത്. അതാ സച്ചേട്ടാ പറഞ്ഞത്, ഫോട്ടോ മാത്രം പോരാ, കുറച്ച് വീഡിയോസും വേണം, പരസ്യം വേണം. ഏതായാലും ഞാൻ തന്നെ അടിപൊളിയായിട്ട് ഒരുക്കിത്തരാം. പുതിയൊരു നല്ല സാരിയൊക്കെ ഉടുക്കണം. പെട്ടെന്ന് വന്നേ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അത് പിന്നെ സാരിയോ? എൻ്റെ കയ്യിൽ സാരിയൊന്നുമില്ല, അതിപ്പോൾ ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് സച്ചേട്ടൻ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട സച്ചേട്ട, പ്ലീസ് സച്ചേട്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വർഷം പറഞ്ഞു സച്ചേട്ട സാരി എൻ്റെ വകയാണ്, സാരി ഞാൻ മേടിച്ചോളാം, നിങ്ങൾ ആരും മേടിക്കേണ്ട. രേവതി ചേച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, നമുക്ക് പെട്ടെന്ന് മേടിച്ചിട്ട് വരാം. അത് പിന്നെ അതെങ്ങനെയാണ് വർഷേ ശരിയാവുന്നത്? പൈസയൊക്കെ വെറുതെ പൈസയുടെ കാര്യമൊന്നും ഓർക്കണ്ട. രേവതി ചേച്ചി ഇങ്ങ് വന്നേ മര്യാദയ്ക്ക്, സാരിയൊക്കെ മേടിച്ച് നമുക്ക് സെറ്റപ്പായിട്ട് വരാമെന്ന് പറഞ്ഞു വർഷ നമ്മുടെ രേവതിനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി. സച്ചി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിനെയും കൂടെ പരസ്യത്തിൽ അഭിനയിപ്പിക്കണമല്ലോ. അല്ല, സച്ചിനെ അഭിനയിപ്പിക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. സച്ചി നേരെ പോകുന്നത്, അതായത് വണ്ടി എടുത്തോട്ട് പോകുന്നത് സാരി മേടിക്കാൻ വേണ്ടി. ഇവർ 3 പേരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആൻ്റണി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ കൂട്ടുകാരന്മാർ പറയാണ് നമ്മുടെ പ്ലാനൊക്കെ പൊളിയും, അത് ഉറപ്പായ കാര്യമാണ്. അപ്പോഴത്തേക്കും നവീൻ പറഞ്ഞു അവൾ പഠിച്ച കള്ളിയാണ്, എനിക്കാണെങ്കിൽ ക്യാഷിൻ്റെ ആവശ്യമുണ്ട്, താനൊന്ന് അവളെ വിളിക്കുക ആൻ്റണി, എന്തിനാ വെറുതെ ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നത്, നമ്മളെ ഇട്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഏതായാലും ആൻ്റണി ഫോൺ എടുത്തു, നേരെ വിളിക്കുകയാണ് നമ്മുടെ ശ്രുതി നോക്കിയതും ആൻ്റണി ഇവൻ ചെവിതല തരത്തില്ലല്ലോ, എന്നാലും ഫോൺ എടുക്കാതിരിക്കാനും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ഹലോ ആൻ്റണി പറയാം. ആൻ്റണി എന്താ ആൻ്റണി? അതെ ഞാൻ ചോദിച്ച ക്യാഷ് എവിടെ? അയ്യോ ആ ക്യാഷ് തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്തിനാ എന്നെ ഇങ്ങനെ കൂടെ വിളിച്ച് ശല്യം ചെയ്യുന്നത്? അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, ക്യാഷ് തരണ്ടേ? ശ്രുതി നീ ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. ഇതൊക്കെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അത് നീ മറക്കണ്ട, എനിക്ക് ക്യാഷ് കിട്ടണം. അത് പിന്നെ ഞാൻ മറന്നിട്ടൊന്നുമില്ല, എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് ആൻ്റണി, എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷൊന്നും ഇല്ല ആൻ്റണി, അതും കൊണ്ടല്ലേ പെട്ടെന്ന് ഒരു 2 ലക്ഷം രൂപയൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടൈം ഇല്ല കേട്ടോ ശ്രുതി. ഞാൻ പറഞ്ഞല്ലോ നവീൻ ദാസിൻ്റെ നില വളരെയധികം മോശമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്ക്. അവന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അവൻ മരിച്ചു പോകും. പിന്നെ അറിയാലോ കാര്യങ്ങൾ എങ്ങനെയാവുന്ന. പെട്ടെന്ന് ക്യാഷ് തന്ന് അവനെ രക്ഷിക്കാം. നീ പറഞ്ഞിട്ടാണല്ലോ ഞാൻ അവനെ തല്ലിയത്. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്, അത് നിനക്കറിയാലോ.
ആ അപ്പം പിന്നെ അവനെങ്ങാനും മരിച്ചാലേ കുടുങ്ങാൻ പോകുന്നത് ഞാനല്ല, നീ ആയിരിക്കും. പിന്നെ അവൻ മരിച്ചു പോയാൽ ഡെഡ് ബോഡി നിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞാനേ നാട് വിടും. അതാ ഉണ്ടാകാൻ പോകുന്നത്. ഇത് കേട്ടതും നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടി പകച്ച് നിൽക്കുകയാണ് കേട്ടോ. അയ്യോ ആൻ്റണി, എന്താ ആൻ്റണി ഈ പറയുന്നത്? നീ എന്നെ വിരട്ടുകയാണോ? വിരട്ടുന്നൊന്നും അല്ല, ഞാനൊരു സത്യം പറഞ്ഞതാ. ക്യാഷ് തന്നില്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് 2 ലക്ഷം രൂപ എനിക്ക് കിട്ടണം. പെട്ടെന്ന് ക്യാഷിങ് താ. ഇന്ന് തന്നെ ക്യാഷ് കിട്ടണം, ഇന്ന് തന്നെ വേണം. ഇന്ന് വൈകിട്ട് ഒരു 7 മണിക്ക് മുമ്പ് കിട്ടണം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ അവൻ മിക്കവാറും ഇന്ന് വൈകിട്ട് ചാത്തു പോകാൻ ചാൻസ് ഉണ്ട്. നീ പെട്ടെന്ന് ക്യാഷുമായിട്ട് വരാൻ നോക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നടക്കും കേട്ടോ. അവൻ മരിക്കും, നീ ജയിലിലും പോകും, വീട്ടുകാർ സത്യങ്ങളൊക്കെ അറിയും. ഓ എൻ്റെ പൊന്നാൻ്റണി, എന്താ ആൻ്റണി ഇത്? പെട്ടെന്ന് നീ ക്യാഷുമായിട്ട് വാ, ഞാനിവിടെ ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ആൻ്റണി ഫോണും കട്ട് ചെയ്തു. ശ്രുതിക്ക് തിരിച്ചൊന്നും പറയാനും പറ്റില്ല. ആൻ്റണി ഹലോ ഹലോ വെക്കരുതെന്ന് പറഞ്ഞ് കിടന്ന് അലറുകയാണ്. ഈ സമയത്ത് നവീൻ ദാസും ആൻ്റണിയും കൂടെ പൊളിച്ചടക്കുവാണ്. ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അവർ ഭയങ്കര കൂട്ടായിട്ടോ. ഇപ്പം ഭയങ്കര ഫ്രണ്ട്സാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ശ്രുതി വരിക. ശ്രുതി വന്നിട്ട് ശ്രുതി എന്ന് വിളിച്ചപ്പോഴത്തേക്കും ഈ ഒരു ശ്രുതിയുടെ ടെൻഷനൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതി വന്ന് ചോദിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? എന്ത് പറ്റി നിനക്ക്? നിനക്ക് മനസ്സിനൊരു വെപ്രാളം പോലെ ഉണ്ടല്ലോ, നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ പറ്റിയത് നിനക്ക്? നീ എന്താ ഇങ്ങനെ വീർക്കുന്നത്? അത് പിന്നെ ഒരു ക്ലയൻറ്റിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരുന്നു, ഞാനതങ്ങ് മറന്നുപോയി. ഓ അതിനിങ്ങനെ ടെൻഷൻ ആകണോ എൻ്റെ പൊന്നു ശ്രുതി? അവരോട് വേറൊരു ദിവസം വരാൻ പറഞ്ഞാൽ പോരെ? അങ്ങനെ വേറൊരു ദിവസം വരാൻ പറഞ്ഞാൽ ശരിയാവത്തില്ലെന്നേ. അതെ, എൻ്റെ ഇവിടെ സബ് ഡീറ്റെയിൽസൊക്കെ മെയിൽ അയച്ചിട്ടുണ്ട്, നീ അതൊക്കെ നോക്കി ഒന്ന് റിപ്ലൈ കൊടുക്കുക, ഞാനൊന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ശ്രുതിക്ക് അവിടുന്ന് പുറത്തിറങ്ങിയേ പറ്റൂ. ആന്റണിക്ക് ക്യാഷും കൊടുക്കണം. നവീൻ ദാസ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ബോഡി അവൻ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടിടും. എൻ്റെ ഈശ്വര, എല്ലാം അവസാനിക്കും. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഈശ്വര? എങ്ങനെയെങ്കിലും ഒരു 2 ലക്ഷം രൂപ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. ഇനിയിപ്പം ക്യാഷ് ഞാൻ എങ്ങനെ സംഘടിപ്പിക്കും എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ഓടിയെത്തുന്നത് 2 ലക്ഷം രൂപയാണ്. ചന്ദ്രയ്ക്ക് നമ്മുടെ വക്കീൽ കൊടുത്ത 2 ലക്ഷം രൂപ. ഏതായാലും ഈ ഒരു സമയത്ത് കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചന്ദ്രയും ഭാമയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഭാമ ചോദിച്ചു, നീ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വക്കീലേ, അയാൾ ഒരു മാന്യനാ. ഞാൻ അയാളോട് ക്യാഷ് മേടിച്ച കാര്യം അയാളെ ആരോടും പറഞ്ഞിട്ടില്ലെന്നേ. ആരോടും പറഞ്ഞിട്ടില്ല. ആണോ ഭാമേ? ആ ഇല്ലെന്നേ. നീ ആരോടും പറഞ്ഞേക്കരുത് കേട്ടോ ഭാമേ. ഞാൻ ആരോട് പറയാൻ? ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാമയൊന്ന് ചിന്തിച്ച് നോക്കുകയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, ഇനി എന്നാണോ ശ്രുതി ഈ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത്? എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞു എന്ന് ആവൂല്ലോ, ലാസ്റ്റ് ചന്ദ്ര ഇത് അറിയൂല്ലോ എന്നൊക്കെ നമ്മുടെ ശ്രുതിയോട് പറഞ്ഞ കാര്യം. അങ്ങനെ നമ്മുടെ ഭാമ വിയർത്തിരുന്നപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ ആരോടും പറയത്തില്ല. നിന്റെ എത്ര രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചവളാ ഈ ചന്ദ്ര. അതൊക്കെ നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇതെങ്ങാണ് പറഞ്ഞാൽ നിന്റെ കഥ കഴിക്കും ഞാൻ, പറഞ്ഞേക്കാം. ഇല്ലെന്നേ, ഞാൻ പറയില്ലെന്നേ. എന്ത് പറ്റി? നിന്റെ ഭാവം കാണുമ്പം എന്തോ ബൈബിളിലെ യൂദാസിലെ എനിക്ക് ഓർമ്മ വരുന്നത്. ഓ, ബൈബിളിലെ യൂദാസ് ഈ ലോകത്ത് വേറെ എന്തൊക്കെ ആലോചിച്ചാൽ കിടക്കുന്നു. വെറുതെ എന്നെ സംശയിക്കരുത് കേട്ടോ ചന്ദ്ര, എനിക്കത് ഇഷ്ടമല്ല. സംശയിക്കില്ല പക്ഷേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കോളിംഗ് ബെല്ല് കേട്ടു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ആരോ വന്നിട്ടുണ്ട്, കുട്ടികളെ ചേർക്കാൻ വേണ്ടി വന്നതായിരിക്കും, നീ പോയി വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഭാമ ഇങ്ങനെ പോവുക വാതിൽ തുറക്കാൻ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, തുറക്കരുത്, ഞാൻ ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യാം. അടുത്ത ആഴ്ച റഷ്യയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിനുവേണ്ടി ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പം പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ പ്രാക്ടീസ് ചെയ്യാനും പോയി. ഏതായാലും വാതിൽ തുറന്നപ്പോൾ വേറെ ആരുമല്ല, ഇതാരും ശ്രുതിയോ? അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ചന്ദ്രല്ല ഭാമ പറഞ്ഞു, നിർത്തിക്കോ, വേറെ ആരുമല്ല, ശ്രുതിയാ. ഓ, ശ്രുതിയോ? എന്താ ഇത് വെറുതെ നടുവിലക്കി. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്ര അവിടെ കയറിയിരുന്നു. നമ്മുടെ ശ്രുതി ചോദിച്ചു, ആൻറ്റി പ്രാക്ടീസ് ചെയ്യാമായിരുന്നല്ലേ? നന്നായി കേട്ടോ, കുട്ടികൾ ചേരാൻ വരുമെന്ന് കരുതിയേ, എന്ന് ഇവളിവിടെ വന്നിരിക്കും. ഇന്നേക്ക് ഇതുവരെ ഒരു ഈച്ച പോലും ഇവിടെ വന്നിട്ടില്ല എൻ്റെ പൊന്നു ശ്രുതി. അത് പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ആൻറ്റി, കുട്ടികളൊക്കെ വരുന്നേ. അല്ല, നീ എന്തിനാ മോളെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ഞാനിവിടെ ഒരു അടുത്ത ഫംഗ്ഷന് വേണ്ടി, മേക്കപ്പിന് വേണ്ടി, അത് ചെയ്യാൻ വേണ്ടി വന്ന, ഇത് ചെയ്യാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞെങ്കിൽ അടി തപ്പുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രയോട് പറഞ്ഞു, ഇവിടെ ആൻറ്റി ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ചന്ദ്രയുടെ മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ചന്ദ്രനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.